പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. മിശിഹായിൽ പ്രിയമുള്ളവരെ, പെന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായുള്ള 8ാമത്തെ ദിവസത്തെ നൊവേനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാം തിരുവചനം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്നേ ദിവസം ഈ മഹാമാരിയാൽ ദുരിതമനുഭവിക്കുന്ന എല്ലാ മക്കളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും തീഷ്ണതയോടെ ഭക്തിയോടുകൂടെ ഈ നൊവേന പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോൻ ഊട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. എഫാത്താ, എഫാത്താ, ഗലീലിലുയർന്ന വചനം. എഫാത്താ, എഫാത്താ, ഗലീലിലുയർന്ന വചനം. എഫാത്താ, എഫാത്താ, ഗലീലിലുയർന്ന വചനം. ആത്മീയ ഭദ്രത മാറ്റും ആശ്വാസമേകും വചനം. ശ്രവിക്കാൻ ഹൃദയമൊരുക്കാൻ ഈ ജീവിതത്തിൽ പകർത്താം. എഫാത്താ, എഫാത്താ, ഗലീലിലുയർന്ന
വചനം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ശോംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഫലം തരാത്ത ഒരു അത്തിവൃക്ഷം. യേശു ഒരു മനുഷ്യനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയാണ് വരദാന ഫലങ്ങൾ? വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസർക്ക് എഴുതിയ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വീണ്ടും വചനം ആവർത്തിക്കുകയാണ്: ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. ഒരിക്കൽ കടൽ തീരത്തുകൂടെ 2 കുട്ടികൾ പട്ടം പറത്തിക്കൊണ്ട് നടന്നു പോവുകയാണ്. ആകാശത്ത് പാറിപ്പറക്കുന്ന ഈ 2 പട്ടങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അതിലൊരു പട്ടം വേറൊരു പട്ടത്തോട് പറഞ്ഞു, എൻ്റെ ജീവിതം എത്രയോ സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് ഇനിയും ഉയരത്തിൽ പറക്കണമെന്നുണ്ട്. എന്നാൽ എൻ്റെ ദുഷ്ടനായ യജമാനൻ ഒരു നൂലുകൊണ്ട് എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ നൂലില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉയരങ്ങൾ കീഴടക്കാമായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു വലിയ കാറ്റടിച്ചു. ആ പരാതി പറഞ്ഞ പട്ടത്തിൻ്റെ നൂല് പൊട്ടി അത് അല്പം ഉയരത്തിലേക്ക് പറന്നു. അടുത്ത നിമിഷം തന്നെ താഴേക്ക് പറന്ന് ചെളിക്കുണ്ടിൽ വീണു പതിച്ചു. പ്രിയമുള്ളവരെ, ആ പട്ടത്തെ സംബന്ധിച്ചിടത്തോളം നൂലായിരുന്നു അതിനെ നിയന്ത്രിച്ചത്. എപ്പോഴാണോ അതിൻ്റെ നൂല് പൊട്ടിയത്, ആ നിമിഷം തന്നെ ആ പട്ടത്തിൻ്റെ ദുരന്തം ആരംഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മെ നിയന്ത്രിക്കുന്ന നൂലാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ ഒത്തിരിയേറെ ഉയരത്തിൽ പറക്കാൻ, ഒത്തിരിയേറെ ഉയരങ്ങൾ കീഴടക്കാൻ നമുക്ക് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. 7 ദാനങ്ങളാണ് അവിടെയുള്ളത്: ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ 3 വിഭാഗങ്ങളായി നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്നാമത്തെ വിഭാഗമാണ് വെളിപാടിൻ്റെ വരങ്ങൾ. ഈ വെളിപാടിൻ്റെ വരങ്ങളെ തന്നെ 3ആയി തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് അറിവിൻ്റെ വരം, ജ്ഞാനത്തിൻ്റെ വരം. മൂന്നാമത്തേതാണ് ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം. വീണ്ടും രണ്ടാമത്തെ വിഭാഗമാണ് ശക്തിവരങ്ങൾ. ഈ ശക്തിവരങ്ങളെയും 3ആയി തരംതിരിച്ചിരിക്കുന്നു: വിശ്വാസവരങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരങ്ങൾ, രോഗശാന്തിക്കുള്ള വരങ്ങൾ. മൂന്നാമത്തെ വിഭാഗമാണ് ഭാഷാവരം.
ഈ ഭാഷാവരത്തെയും മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഭാഷാവരം, ഭാഷാവരത്തെ വ്യാഖ്യാനിക്കാനുള്ള വരം, പ്രവചനവരം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് സമ്മാനമായി കൊടുക്കുന്നതാണ് ഈ വരങ്ങൾ. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ? നമുക്ക് തീഷ്ണതയോടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇവയൊക്കെയാണ്: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, കനിവ്, വിശ്വാസം, അടക്കം, ആത്മസംയമനം, സഹനശക്തി, സൗമ്യത, ശുദ്ധത. ഈ 12 ഫലങ്ങൾ നമ്മിലുണ്ടോ എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് കുറച്ച് പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ സമൃദ്ധമായി ലഭിക്കുന്നു, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഈ വരദാന ഫലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല? എന്താണ് അതിൻ്റെ കാരണം? ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു, അല്ലയോ ഗുരുനാഥ, എന്തുകൊണ്ടാണ് കുറച്ച് ആളുകൾക്ക് മഹത്തരമായ വിജയങ്ങൾ ലഭിക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് വളരെ ചെറിയ വിജയങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ? എന്താണ് അതിൻ്റെ കാരണം? ഗുരുനാഥൻ അല്പം ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ നിന്റെ വായിൽ ഒരു ചെറിയ നാരങ്ങ മിഠായി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ശിഷ്യന് വലിയ സന്തോഷം തോന്നി. ശിഷ്യൻ ചെറിയ രീതിയിൽ അവൻ്റെ വായ് തുറന്നു. ഗുരുനാഥൻ നാരങ്ങ മിഠായി വെച്ചു. അവൻ സന്തോഷത്തോടെ ആ നാരങ്ങ മിഠായി നുണഞ്ഞു. വീണ്ടും ഗുരുനാഥൻ അവനോട് പറഞ്ഞു, നിന്റെ വായിൽ ഞാനൊരു ലഡു വെക്കാൻ പോവുകയാണ്. ശിഷ്യന് വീണ്ടും സന്തോഷമായി. അവൻ വലിയ രീതിയിൽ വായ് തുറന്നു. ഗുരുനാഥൻ ലഡു വെച്ചു. അവൻ സന്തോഷത്തോടു കൂടെ ആ ലഡു നുണഞ്ഞു. അല്പസമയത്തിന് ശേഷം ഗുരുനാഥൻ പറഞ്ഞു, നീ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇതാണ് ശരിയായ ഉത്തരം. മഹത്തരമായ വിജയങ്ങൾ ലഭിക്കാൻ വേണ്ടി ശരിയായ രീതിയിലുള്ള പരിശ്രമവും ആഗ്രഹവും ആവശ്യമാണ്. ഒരു നാരങ്ങ മിഠായിക്ക് വേണ്ടി ചെറിയ രീതിയിൽ മാത്രമേ വായ് തുറന്നുള്ളൂ. എന്നാൽ ഒരു ലഡു സ്വീകരിക്കാൻ വേണ്ടി വലിയ രീതിയിൽ വായ് തുറന്നു. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി എത്രമാത്രം തീഷ്ണതയോടെ ആഗ്രഹത്തോടെ പരിശ്രമിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അതുപോലെ തന്നെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. രക്ഷയുടെ മാർഗം വെളിപ്പെടുത്താനായി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും നമ്മെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലൂടെ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകുവാനായി കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, അവിടുത്തെ അമ്മയെ ഞങ്ങൾക്കും അമ്മയായി നൽകിയല്ലോ. അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഈ അമ്മയിലൂടെ ഞങ്ങൾ അങ്ങയിലെത്തിച്ചേരാൻ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് സ്ഥാപിച്ച കുദാശകളെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. എളിമ, അനുസരണം എന്നീ പുണ്യങ്ങളാൽ പരിശുദ്ധ അമ്മയെ അനുകരിച്ച് മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും
ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തോട് സാദൃശ്യമുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങളും കൂട്ടായ്മയുടെ ഐക്യത്തിൽ ശക്തിപ്പെടാം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. കത്തോലിക്ക സഭയിലെ എല്ലാവരും തങ്ങളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനും സ്വീകരിച്ചവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനും കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തുമാറ്റി എസെക്കിയേൽ പ്രവാചകം വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എന്റെ അമ്മേ, പരിശുദ്ധാത്മാ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് സൗമ്യത എന്ന ഫലം നൽകണമേ. പരുഷമായ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും ഇടയാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി ഞങ്ങൾ ഒരിക്കലും മാറാതിരിക്കട്ടെ. മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറാനും ഞങ്ങളെ ശക്തരാക്കണമേ. രോഗികളോടും ദുഃഖിതരോടും പ്രായമായവരോടും അവശരോടും കരുണയും കരുതലും ഉള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് ഈ നിമിഷം നമ്മെ തന്നെ പുനമായി പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര ലോകവിമോചക, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ഏകദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. തീനാളത്തിന്റെ രൂപത്തിൽ ശിഷ്യരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. കുദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കരുണയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഭയുടെ സംരക്ഷക, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഹനത്തിൽ ആശ്വാസമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിത്യപ്രകാശമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ
ശുദ്ധീകരിക്കണമേ. അപസ്വലന്മാരുടെ ഗുരുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്. അഗ്നിയും സ്നേഹവുമാണ്. അങ്ങുന്ന പിതാവിൻ്റെ വാഗ്ദാനവുമാണ്. 7 ദാനങ്ങളുടെ ദാതാവാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കാനും വിനയത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള വരം നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദൂരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങേ കാണാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.